അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും പൊതുവെ കാണപ്പെടുന്നത്? മക്കളെ കുറിച്ചിട്ടൊക്കെ പൊതുവെ രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണിത്. അമിതമായിട്ട് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ കണ്ണിന് വല്ലാത്ത സ്ട്രെയിൻ വരും. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണിൽ വരൾച്ചയും അതേപോലെ തന്നെ വേദനയും, ചില സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന സാഹചര്യങ്ങളൊക്കെ സാധാരണഗതിയിലുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളെയും നമ്മുടെ മാനസിക തലങ്ങളെയും പലപ്പോഴും ഈ അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം സ്വാധീനിക്കും. അതിൻ്റെ ഫലമായിട്ട് ദഹന പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണപ്പെടും. പലപ്പോഴും മക്കളൊക്കെ ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണത്തോട് താല്പര്യമില്ല, ഭക്ഷണം കഴിച്ചാലും ദഹനം കൃത്യമായിട്ട് നടക്കുന്നില്ല, മോഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ചില സമയത്തുള്ള കാരണം ഇത്തരം അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗമായിരിക്കും. നമ്മുടെ കണ്ണിൽ വരുന്ന ഇത്തരം സ്ട്രെയിനുകൾ നമ്മുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമെന്നാണ് അക്യുപങ്ക്ചറിൽ പറയുന്നത്. പ്രത്യേകിച്ച് ലിവറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ അത് സാരമായിട്ട് ബാധിക്കുകയും പലപ്പോഴും മാനസിക തലങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇത്തരം അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം കാരണമാകാറുണ്ട്. ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ചില കുട്ടികളിലൊക്കെ ശ്രദ്ധക്കുറവ്, പഠനത്തിൽ താല്പര്യമില്ലായ്മ, അതോടൊപ്പം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്ന അവസ്ഥയൊക്കെ സാധാരണഗതിയിൽ ഇന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കഴുത്തിൻ്റെ നട്ടെല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ചൈനീസ് വൈദ്യശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പൊതുവെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഇങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണ് അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം. നമുക്കറിയുന്നത് പോലെ തന്നെ ഫോണിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളത് പല ഘട്ടത്തിലും അത് പ്രായോഗികമല്ല എന്നുള്ളത് അറിയാം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ രക്ഷിതാക്കളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് കുട്ടികളെല്ലാം ഫോണിനോട് അഡിക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇങ്ങനെ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം കാരണം സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ 3 പോയിന്റുകളിൽ നമുക്ക് പ്രഷർ കൊടുക്കാം. ഒന്നാമത്തെ പോയിന്റ് വരുന്നത് കാലിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ഒരു ഏരിയയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിരലുകൾക്കിടയിലുള്ള ഭാഗത്താണ്. ഇവിടെ നന്നായിട്ട് പ്രഷർ കൊടുക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്യുകയോ ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്താണ്. കണ്ണിൻ്റെ ഐബ്രോയുടെ ഉൾവശത്തുള്ള കോർണറിനോട് ചേർന്ന് വരുന്ന 2 വശത്തുമുള്ള ഈ പോയിന്റുകളിലും പ്രഷർ കൊടുക്കാം അല്ലെങ്കിൽ മസാജ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് നമ്മുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ ഈ ഉൾഭാഗത്ത് വരുന്ന ഈ ഒരു ഏരിയയിൽ കാണുന്ന ഈ പോയിന്റിലും ഇതേപോലെ തന്നെ പ്രഷർ കൊടുക്കാം. ഈ 3 പോയിന്റുകളിൽ പ്രഷർ കൊടുക്കുന്നതിലൂടെ തന്നെ ദഹന പ്രശ്നങ്ങളെയും അവരുടെ മാനസിക സമ്മർദ്ദങ്ങളെയും ഉറക്കത്തെയും ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കുട്ടികളിലൊക്കെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് വളരെ മൃദുവായിട്ടുള്ള പ്രഷർ കൊടുക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇത്തരം അക്യുപങ്ക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ഞങ്ങളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അക്യുപങ്ക്ചർ ചികിത്സക്കായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഞാൻ ഹീലർ റഹ്മാൻ.